നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മളെല്ലാവരും വളരെ അഭിമാനത്തോടുകൂടി കഴിഞ്ഞ ദിവസം അതുപോലെ ആദരവോടുകൂടി ഭക്തിയോടുകൂടി തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമ്മയായിട്ടുള്ള, ലോകത്തിൻ്റെ അമ്മയായിട്ടുള്ള മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാളിയായിട്ടുള്ള അമ്മയുടെ പിറന്നാൾ ആഘോഷിച്ചു. ഈ പിറന്നാൾ ആഘോഷത്തിന് പിണറായി തമ്പുരാന്റെ സർക്കാരിന്റെ വക ആദരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ എന്ന് പറയുന്ന, പണ്ട് നമ്മുടെ ഭരണഘടന കുന്തും കൊടച്ചക്രമൊക്കെയാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയൊക്കെ പോയി പണി നോക്കടാ, ഞങ്ങൾക്കെന്ത് നിന്റെ ഭരണഘടന, ഞങ്ങൾക്കെന്ത് നിന്റെയൊക്കെ ഈ പറയുന്ന നീതിന്യായ വ്യവസ്ഥ, കോടതിയൊക്കെ, ഭരണവും കുടച്ചക്രവും കുന്തും കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടിനെ അധിക്ഷേപിച്ച ഒരു സാംസ്കാരിക മന്ത്രി, സംസ്കാരം എന്തെന്ന് കാണിച്ചു തന്ന സാംസ്കാരിക മന്ത്രി, അയാൾ പോയിക്കൊണ്ട് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, അമ്മയുടെ കാല് പിടിക്കുന്നു, അമ്മയെ ഉമ്മ കൊടുക്കുന്നു, അമ്മയുടെ കയ്യിൽ നിന്ന് ഉമ്മ വാങ്ങുന്നു, അമ്മയ്ക്ക് പൊന്നാട അണിയിക്കുന്നു, അമ്മയ്ക്ക് വേറെന്തോ ഒരു അവാർഡ് കൊടുക്കുന്നു, അമ്മയ്ക്ക് വീണ്ടും വേറെന്തൊക്കെ കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് കമ്മ്യൂണിസ്റ്റ് നരഭോജി കൂട്ടങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഈ സജി ചെറിയാൻ അടക്കം വന്നു. പക്ഷെ സജി ചെറിയാനെ നേരിട്ടങ്ങ് വിമർശിക്കാതെ, ഇത് വെറും കടപ്പുറം സുധാമണിയാണ്, പണ്ട് ഞങ്ങൾ സുധാമണി എന്നും വേശി എന്നും ഒക്കെ വിളിച്ച സ്ത്രീ തന്നെയാണ്, അവരെ ഇത്രയ്ക്ക് അങ്ങോട്ട് പൊക്കണ്ട, വല്ലാതെ ഡെക്കറേഷൻ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന കുറെ എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരുത്തനാണ് കണ്ണൂരിലെ കാലൻ എന്നറിയപ്പെടുന്ന പി ജയരാജന്റെ മകനായിട്ടുള്ള ജെയിൻ രാജി എന്ന് പറയുന്ന ഒരുത്തൻ. മറ്റൊരുത്തിയാണ് ഐഷ സുൽത്താന എന്ന് പറയുന്ന ലക്ഷദ്വീപിൽ ഇരുന്നു കൊണ്ട് പൊളയ്ക്കുന്ന ഒരു സുഡാപ്പി, മദ്രസ വാണത്തി, മദ്രസ പൊട്ടത്തി. മറ്റൊരുത്തനാണ് ചാനൽ ചർച്ചകളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾക്ക് വേണ്ടി വിളയാടുന്ന ഒരു ബഫൂൺ, ഒരു കോമാളി, ജയരാജ് എന്ന് പറയുന്ന ഒരുത്തൻ. അങ്ങനെ കുറെ എണ്ണം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവറ്റകൾക്കെല്ലാം കൃത്യമായിട്ട് ഒരൊറ്റ വേദിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുൻ DGP ആയിരുന്ന TP സെൻകുമാർ കൃത്യമായിട്ടും ഇവനൊക്കെ മറുപടി കട്ടയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കേണ്ട ഭാഷയിൽ തന്നെയാണ് കൊടുക്കുന്നത്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. എന്തായാലും കടപ്പുറം സുധാമണി എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ വേശ്യ എന്ന് പോലും അമൃതാനന്ദമായി അമ്മയെ വിളിച്ച് അധിക്ഷേപിച്ച സഖാക്കന്മാർ, അവനൊക്കെ അന്ന് ഛർദ്ദിച്ചത് വാരി തിന്നുന്നത് കാണുന്ന മാരക കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ കണ്ടു. ശബരിമല ആചാര അനുഷ്ഠാന ലംഘനം നടത്തിയ പിണറായി തമ്പുരാൻ ഇന്നിപ്പോൾ അയ്യപ്പ സ്വാമി ശരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കാൽപാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിച്ച് തട്ടിപ്പ് നടത്തി അയ്യപ്പ ഭക്തന്മാരുടെ വോട്ട് നേടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ തമ്മാടിത്തരമാണെങ്കിൽ പോലും അവനെ കൊണ്ട് പമ്പയിൽ വെച്ചുകൊണ്ട് തന്നെ ശരണം വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരം പരിപാടികൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഛർദിലൊക്കെ വാരി തിന്നുന്ന സഖാക്കന്മാർ ഇനി കൂടുതൽ മാരകമായ ശക്തിയോടുകൂടി തന്നെ ഛർദിലും, ആ കൂട്ടത്തിൽ നമ്മുടെ ഇസ്ലാമിക ജിഹാദികളുടെ അമേധ്യം ഒക്കെ വാരി തിന്നുന്നത് അതിശക്തമായി തന്നെ കണ്ടാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും TP സെൻകുമാർ സാർ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ആ മറുപടി ഒന്ന് കണ്ടോളും മക്കളെ, കേട്ടോളും മക്കളെ, ഗംഭീരമാണ്. കണ്ടേച്ചു വരാം. ജയരാജിന്റെ വാഴക്കുല PhD അത് ഈ കാര്യങ്ങളിൽ പറയുന്നതിന് സ്വന്തം അമ്മയുടെ കാര്യത്തിൽ പറയുമായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മകന് അമ്മയോടുള്ള ആ പ്രേരണയാണല്ലോ ഓഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് സ്വന്തം കാര്യത്തിൽ പറയുകയായിരിക്കും കൂടുതൽ ഉചിതം. ശ്രീമതി ഐഷ സുൽത്താന, താങ്കൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുടെ അമ്മ ഒരിക്കലും താനൊരു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ലോകശാന്തി ശുശ്രൂഷകളും നടത്തുന്നില്ല. രോഗം വന്നവർക്ക് ചികിത്സിക്കാനായി ലോകത്തിലെ ഏറ്റവും നല്ല ഡോക്ടർ ജയരാജിന്റെ വാഴക്കുല PhD അത് ഈ കാര്യങ്ങളിൽ പറയുന്നതിന് സ്വന്തം അമ്മയുടെ കാര്യത്തിൽ പറയുമായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മകന് അമ്മയോടുള്ള ആ പ്രേരണയാണല്ലോ ഓഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് സ്വന്തം കാര്യത്തിൽ പറയുകയായിരിക്കും കൂടുതൽ ഉചിതം. ശ്രീമതി ഐഷ സുൽത്താന, താങ്കൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കളുടെ അമ്മ ഒരിക്കലും താനൊരു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ലോകശാന്തി ശുശ്രൂഷകളും നടത്തുന്നില്ല. രോഗം വന്നവർക്ക് ചികിത്സിക്കാനായി ലോകത്തിലെ ഏറ്റവും നല്ല ആസ്പത്രികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർ ഒരു ദൈവത്തിന്റെ മനുഷ്യദൈവം എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നത് അവസാനിപ്പിക്കുക. ശ്രീ P ജയരാജന്റെ മകൻ ജെയിൻ രാജ് എന്ന ആളോടാണ് 1995-96 കാലഘട്ടത്തിൽ ബിഷപ്പ് ഹൗസ് ബീച്ചിൽ നടന്ന സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഒരാളെ കൂടുതൽ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാനത് പുറത്തു പറയുന്നില്ല. പക്ഷേ ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങളും പുറത്തു പറയാം. ലോകാരാധ്യയായ മാതാ അമൃതാനന്ദമയി അമ്മയെ പറ്റി വളരെ മോശമായ ചില പരാമർശങ്ങൾ ഡോക്ടർ ജയരാജ്, ശ്രീമതി ഐഷ സുൽത്താന, ശ്രീ P ജയരാജന്റെ മകൻ ജെയിൻ രാജ് എന്നിവർ നടത്തുകയുണ്ടായി. അതിൽ ഡോക്ടർ ജയരാജ് മനസ്സിലാക്കേണ്ടത് ഓഡിപ്പസ് കോംപ്ലക്സ് എന്നുള്ളത് ഒരു കുട്ടിക്ക് അവന്റെ പാരന്റ്സിലുള്ള എതിർ ലിംഗത്തോടുള്ള അഭിനിവേശം എന്നതാണ്. ഓഡിപ്പസ്
ഒളിപ്പസ് റെക്സ് എന്ന പ്രാചീന ഗ്രീക്ക് കഥാപാത്രത്തെ മനസ്സിലാക്കാതെ അവിടെയും ഇവിടെയും ഉപയോഗിക്കുന്ന ഡോക്ടർ ജയരാജിന്റെ വാഴക്കുല PhD അത് ഈ കാര്യങ്ങളിൽ പറയുന്നതിന് സ്വന്തം അമ്മയുടെ കാര്യത്തിൽ പറയുമായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മകന് അമ്മയോടുള്ള ആ പ്രേരണയാണല്ലോ ഓഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് സ്വന്തം കാര്യത്തിൽ പറയുകയായിരിക്കും കൂടുതൽ ഉചിതം എന്ന് കരുതുന്നു. അതുപോലെ ശ്രീമതി ഐഷ സുൽത്താന, താങ്കൾ മനസ്സിലാക്കേണ്ടത് മാതാ അമൃതാനന്ദമയി അമ്മ ഒരിക്കലും താനൊരു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. രോഗശാന്തി ശുശ്രൂഷകളും നടത്തുന്നില്ല. രോഗം വന്നവർക്ക് ചികിത്സിക്കാനായി ലോകത്തിലെ ഏറ്റവും നല്ല ആശുപത്രികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർ ഒരു ദൈവത്തിന്റെ മനുഷ്യദൈവം എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നത് അവസാനിപ്പിക്കുക. അവരിൽ നിന്നും സ്നേഹവും സേവനവും കിട്ടിയ കോടിക്കണക്കിന് ജനങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും വിദേശങ്ങളിലുമുണ്ട്. ഇപ്പോഴും അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് വിദേശത്തു നിന്നും വന്ന അവരുടെ ശിഷ്യഗണങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിന്, പ്രത്യേകിച്ചും യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള സംഘടനകൾക്ക് പോലും തീർത്തും അഭിമാനിക്കാവുന്ന വിധത്തിലുള്ള സേവനങ്ങളാണ് മാതാ അമൃതാനന്ദമയി അമ്മ ചെയ്യുന്നത് എന്നാണ്. അതിനെ പുച്ഛിക്കേണ്ട. ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഏതായാലും ചെയ്ത തെറ്റ് തിരുത്തി പറയുന്നതാണ് നല്ലത് എന്ന് സൂചിപ്പിക്കുന്നു. ഇനിയുള്ളത് ശ്രീ P. ജയരാജന്റെ മകൻ ജെയിൻ രാജ് എന്ന ആളോടാണ്. താങ്കൾ ഒരു കാര്യം പറഞ്ഞു, സുധാമണിയും. തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ കുട്ടികൾക്ക് അവരുടെ അച്ഛനമ്മമാർ പേരിടും. അതിലെന്താണ് ഇത്ര നാണിക്കാനുള്ളത്? അപ്പോൾ അത് കുറ്റപ്പെടുത്തിയും പരിഹാസരൂപേണയും പറയുകയാണെങ്കിൽ ഞങ്ങൾക്കും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ 1995-96 കാലഘട്ടത്തിൽ ബിഷപ്പ് ഹൗസ് ബീച്ചിൽ നടന്ന സംഭവങ്ങളും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ഒരാളെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഞാനത് പുറത്തു പറയുന്നില്ല. പക്ഷേ ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങളും പുറത്തു പറയാം. അപ്പൊ അതുകൊണ്ട് ശ്രീ ജെയിൻ രാജ് ഒരു കാര്യം മനസ്സിലാക്കുക. താങ്കളുടെ പിതാവ് ചെയ്തതുപോലെ നൂറുകണക്കിന് വീടുകള്, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടേതായാലും കോൺഗ്രസിന്റേതായാലും മുസ്ലിം ലീഗിന്റേതായാലും RSSന്റേതായാലും ആ കുട്ടികളെ അനാഥരാക്കുന്ന നിർബന്ധിതമാക്കുന്ന ഒരു കാര്യങ്ങളും അമ്മ ചെയ്തിട്ടില്ല. അവരെല്ലാം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ സംരക്ഷണം കിട്ടിയ കോടിക്കണക്കിന് മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെയൊക്കെ കൂടുതൽ പറയാനായി പ്രേരിപ്പിക്കരുത് എന്നൊരു അപേക്ഷയാണുള്ളത്. താങ്കൾ മനസ്സിലാക്കി പെരുമാറുമെന്ന് കരുതുന്നു. കേരളത്തിലെ പിന്നോക്ക വിഭാഗമായ അരയ വിഭാഗത്തിൽ ജനിച്ച് വളരെ ചെറുപ്പത്തിലെ തന്നെ ഈശ്വര സേവയും മാനവ സേവയും ഒന്നാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച ആ കുട്ടി വളർന്നു വന്ന് അമൃതാനന്ദമയി അമ്മയായി ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും സേവനവും നൽകാൻ പര്യാപ്തമായ ഒരു വലിയ പ്രസ്ഥാനമായി മാറി. ഇത് ഒരു ബോംബുണ്ടാക്കി കരുകിനടിയിൽ വെച്ച് ഉണ്ടാക്കുന്ന സമയം കൈപോകുന്ന സംഭവമല്ല. മാത്രമല്ല, മാർക്സിസ്റ്റ് നേതാക്കളിൽ എത്ര പേരുടെ ഭാര്യമാരാണ് ഈശ്വര വിശ്വാസികൾ അല്ലാത്തവരായിട്ടുള്ളത്? എത്രയോ മാർക്സിസ്റ്റുകാരാണ് നേതാക്കന്മാരാണ് രഹസ്യമായി പൂജ നടത്തുന്നത്? എത്ര പേരാണ് ക്ഷേത്രങ്ങളിൽ തലയിൽ മുണ്ടിട്ട് പോകുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊന്നുമല്ല കാര്യം. ഇത് മാനവസേവ, മാധവസേവ എന്ന കാര്യമാണ്. അതുകൊണ്ട് ജാതി, മത, ദേശ, ഭാഷാ വ്യത്യാസമില്ലാതെ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുക, അത് മാത്രമാണ് അവർക്ക് സേവനം നൽകുക എന്നത് മാത്രമാണ് മാതാ അമൃതാനന്ദമയി അമ്മ ചെയ്യുന്ന സേവനം. അവരെ ഒരു ദൈവമായി ആരാധിക്കാൻ താങ്കളോട് ആരെങ്കിലും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ മാതാ പറഞ്ഞിട്ടുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാകാം. അത് അറിയണമെങ്കിൽ അദ്വൈതം പഠിക്കണം. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞ് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നിരുന്നാലും ഒന്ന് മനസ്സിലാക്കുക, താങ്കൾക്കും ഒരുപക്ഷെ അവരുടെ സേവനങ്ങൾ വേണ്ടി വന്നേക്കാം. അവർക്ക് അത് നൽകുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.